ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ആഫ്റ്റർ ലോങ് ടൈം ഞാനൊരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ഇന്ന് തൊട്ട് എനിക്കൂട്ടെ സ്കൂളിൽ പോവും. സോ ഇന്ന് പ്രവേശനോത്സവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. സാധാരണ വെക്കേഷൻ ആകുമ്പോൾ സുഖമായിട്ട് കുറേ നേരമൊക്കെ കിടന്നുറങ്ങായിരുന്നു. ഇനി നമ്മുടെ റുട്ടീനൊക്കെ മാറിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ ബ്രഷൊക്കെ ചെയ്ത് പിന്നെ തുണി അലക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. ആക്ച്വലി എല്ലാ വർഷവും ഞാൻ അവൻ്റെ കൂടെ പ്രവേശനോത്സവത്തിന് പോവും. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഞാൻ നേരത്തെ തന്നെ പണികളൊക്കെ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചത്. പക്ഷെ പിന്നെ പ്ലാൻ മാറ്റിയിട്ടോ. യദുവിൻ്റെ കൂടെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ നിന്ന് ഇന്നലെ ആയിരുന്നു നൈറ്റാണ് അപ്ഡേറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ സ്നാക്സ് ഒന്നും ഞാൻ വാങ്ങി വെക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് യദുവിനോട് പറഞ്ഞത്. അപ്പോൾ അവനാണെങ്കിൽ ബൈക്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് സ്കൂളിലേക്ക് നേരെ ആക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചു ഞാൻ. സ്കൂള് കൂട്ടിയപ്പോഴും ഞാൻ അവൻ്റെ ടാഗ് LKG UKG അവൻ്റെ 2ാം ക്ലാസ്സിലെ ടാഗൊക്കെ ഞാൻ എടുത്തു വെച്ചു. എവിടെയാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇന്നലെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു, പുതിയ ടാഗ് കിട്ടുന്നവരെ ഇത് ഇടാനല്ലോ. അപ്പോൾ ടാഗ് നിർബന്ധമാണ് നാളെ എന്നൊക്കെ പറഞ്ഞു. ഇവിടെയൊക്കെ തപ്പിയിട്ട് കാണാൻ ഇവിടെ ഈ കളറിൽ ഞാൻ ജസ്റ്റ് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചു കേട്ടോ. എനിക്ക് പോകണം എന്നുള്ള പ്ലാനിലായിരുന്നു ഇതൊക്കെ നേരത്തെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ കുളിക്കുക കേട്ടോ. അപ്പോഴേക്ക് 7:45 ആയി. അപ്പം നമുക്ക് ഇനി അനുട്ടനെ ഉണർത്തണം. അനുട്ടന് സാധാരണ സ്കൂളില്ലാത്തപ്പോൾ അവൻ തന്നെ എണീറ്റ് വന്നിട്ട് ബ്രഷ് ചെയ്ത് TV ഒക്കെ കാണും. ഇതിപ്പം അങ്ങനെയല്ല, സ്കൂളുണ്ടെങ്കിൽ അവനെങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കണം. എല്ലാ വീട്ടിലെ അവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. വീണ്ടും പുതപ്പൊക്കെ പുതച്ചിട്ട് കിടക്കണം. ഗുഡ് മോർണിംഗ്. അങ്ങനെ അനുക്കുട്ടിനെ ഞാൻ ഒരു വിധം കുത്തി എണീപ്പിച്ചു. അങ്ങനെ അവൻ ബ്രഷ് ചെയ്യാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേഗം തുടക്കലൊക്കെ കഴിക്കാൻ. എന്തായാലും പോണില്ല എന്ന് ഉറപ്പിച്ചു. പക്ഷെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഫ്രീ ആവുമല്ലോ എന്ന് അങ്ങനെ ഞാൻ തുടയ്ക്കാൻ നിന്നു. ഈ സമയം അമ്മ അവിടെ റെഡി ആവാണ് കേട്ടോ. അമ്മ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി റെഡി ആവാണ്. ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാൻ നിന്നു. അനുക്കുട്ടൻ കുളിച്ച് വരുമ്പോഴേക്കും അവന് ദോശ കൊടുക്കാൻ വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് സാധാരണ എല്ലാവരും പോയിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിക്കാറ്. അപ്പോൾ പിന്നെ അമ്മയ്ക്കും അനുക്കുട്ടനും മാത്രമേ ഇപ്പോൾ ദോശ കഴിക്കണ്ടു. രണ്ടും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷേ ടൈം പോയി. ഇപ്പം ഞാൻ അങ്ങനെ അപ്പോഴേക്കും അനുക്കുട്ടൻ ബ്രഷൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ തലയിലൊക്കെ എണ്ണ തേപ്പിച്ച് ഇനി വേഗം കുളിപ്പിക്കണം. ഞാൻ 9 മണിക്കാണ് ഇതുകൊണ്ട് അടുത്ത് വരാൻ പറഞ്ഞത്. കാരണം ഇവർക്ക് പോയി സ്നാക്സ് ഒക്കെ വാങ്ങിക്കാണ്ടല്ലോ. 9:20 ആകുമ്പോഴത്തേനും സ്കൂളിലെത്തണം. എന്താ ആദ്യമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ മുടി ചീകി കൊടുക്കുക. ഇപ്പം അവനത് തീരെ ഇഷ്ടമല്ല. ഞാൻ ചീകി കൊടുത്താലും പിന്നെ കൈ കൊണ്ട് അത് ശരിയാക്കിയിട്ട് അവൻ്റെതായ സ്റ്റൈലിലൊക്കെ ചെയ്യും. പിന്നെ ചായ കുടിക്കാനിരുന്നു കേട്ടോ ആൻകുട്ടൻ. ദോശ, അവന് ഉള്ളിച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ദോശ കഴിക്കുകയാണ്. ഞാനാണ് വാരി കൊടുക്കാറ് കേട്ടോ. സാധാരണ വണ്ടിയൊക്കെ വരുമ്പോൾ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ കഴിക്കില്ല. പക്ഷെ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആളെന്നെ വാങ്ങി കഴിച്ചതാണ്. അപ്പോൾ ആൻകുട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. യദുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യദു കൊണ്ടാക്കി കൊടുക്കും അല്ലേ. തിരിച്ചു വരുമ്പോൾ ഓട്ടോയിൽ വരും. എന്താടാ തുമ്മുണ്ടല്ലോ. ഇറങ്ങും ഇല്ല അങ്ങനെ കൊണ്ടാക്കി കിട്ടില്ല. വെള്ളം അതിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. സ്നാക്സ് ചെയ്ത് മാമ വാങ്ങി തരും. ആ അത് വാങ്ങിയിട്ട് ബാഗിൽ ഇട്ടോട്ടാ. ഓക്കെ പേടിക്ക. ആ ഹാളില് ഇത് 50 രൂപയുടെ. ഇതിന് ബിസ്ക്കറ്റാ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു കൊടുത്തോട്ടാ. കുട്ടി അത് ബാഗിൽ ഇട്ടോട്ടാ. 9:25 ആകുമ്പത്തിന് എത്താൻ പറഞ്ഞു. മറ്റേതിലെ പോലെ ആ എടുത്തേക്ക. ഓക്കെ ബൈ. ആ എടുത്തേക്ക ബൈ. അങ്ങനെ എനിക്കുട്ട സ്കൂളിൽ പോയി. അമ്മ ജോലിക്കും പോയിട്ടാ. എനിക്ക് അവൻ ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ ഫുള്ള് സാധനങ്ങൾ അത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് TV സൗണ്ട് കൂട്ടി വെച്ച് അങ്ങനെ ഏത് നേരം ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ട് കഴിക്കണം. അപ്പോൾ വിചാരിക്കും വെക്കേഷൻ ഒന്ന് വേഗം തീർന്ന് കിട്ടിയാൽ മതി. പക്ഷെ ഇപ്പോൾ പോയപ്പോൾ എന്തോ ഭയങ്കര ഒരു സങ്കടം. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. സാരില്ല. എന്തായാലും ഇനി ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് തീർക്കാം. അങ്ങനെ വാഷ് ചെയ്ത തുണികളൊക്കെ തോരയിടാന്ന് വിചാരിച്ചു. ഇന്ന് കുഴപ്പമില്ല, വെയിലൊക്കെ ഉള്ളൊരു ദിവസമായിട്ട് തോന്നി. നൈറ്റിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ
നല്ല വെയിലില്ലെങ്കിലും മഴക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ പുറത്തന്നെ ഇട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ വടിക്കോർത്ത്, അതായത് കിച്ചൺ ഏരിയയുടെ അവിടെ ബാക്കിൽ ഞങ്ങൾ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തോരയിടുമ്പോഴാണ് അവിടെ മുല്ലപ്പൂ വിരിഞ്ഞത് കണ്ടത്. അപ്പം അതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നതാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കായിരുന്നു. പാട്ടൊക്കെ വെച്ച് ഒറ്റയ്ക്ക് അങ്ങനെ ആസ്വദിച്ച് ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു. 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ശരിക്കും 11:30-ക്ക് അൻകുട്ടൻ വരേണ്ടതാണ്. കുറച്ച് ലേറ്റ് ആവുണ്ടാവും. ഓട്ടോയിലാണ് വരിക. പോകുമ്പോൾ ഇതാണ് കൊണ്ടാക്കിയത്, പക്ഷെ വരുമ്പോൾ ഓട്ടോയിലാണ് വരിക. ഞാനിപ്പം നൈറ്റൊക്കെ ഇട്ടത് ഒരു വീഡിയോ ചെയ്യായിരുന്നു കേട്ടോ. റീൽസ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണ്. അൻകുട്ടനെ കാണാനിട്ട് എന്തോ പോലെ എത്രയും ദിവസം ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ വരുമായിരിക്കും. അപ്പം അൻകുട്ടൻ വരുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. പോകുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞു കേട്ടാ, വരുന്നതും വീഡിയോ എടുക്കണം, പോണത് മാത്രമല്ല എന്നൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ? കുഴപ്പമില്ല. മിഠായി കിട്ടിയോ? എവിടെ? ഈ എല്ലാ വർഷവും എനിക്ക് കൊണ്ടുവന്നേരാ ആദ്യം. വലുതായപ്പോൾ അമ്മയ്ക്ക് മിഠായി ഇല്ല? വലിയ കുട്ടിയായപ്പോൾ മിഠായിയൊക്കെ ഒറ്റയ്ക്ക് തിന്നു അല്ലേ? എന്ത് പറഞ്ഞു? ബാഗൊക്കെ കണ്ടിട്ട് ഒന്നും പറഞ്ഞിട്ടാ? അതിലും നടക്കണമെന്നുണ്ടാ? ലൈറ്റുള്ള ബാഗ് കണ്ടിട്ട് എന്താ പറഞ്ഞു? അതെയോ? വിശക്കുണ്ടോ? സ്നാക്സ് എന്താ വാങ്ങിച്ചെന്നേതു അമ്മ? ഓക്കെ. കഴിച്ചാ ബിസ്ക്കറ്റ്? TV ഓൺ ആക്കിയിട്ടിട്ട് എന്താണോ കൂടെ? ചോറും ഇട്ടിട്ട് വീണ്ടും വിശക്കുണ്ട് പറഞ്ഞിട്ട് ചോറ് ഫുള്ള് കഴിച്ചില്ല കേട്ടോ. ബിസ്ക്കറ്റ് കഴിക്കാണ്, TV കണ്ടിട്ട്. അത്രേ ഉള്ളൂ. അപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. ബൈ.